Ladies and gentlemen, welcome back to Life with Ours. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോണ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡേയ്സിറെ. ഞാനത് കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ആവറേജ് മൂവി എന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ എന്ന് വെച്ചാൽ ഒത്തറയ്ക്കും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഗോസ്റ്റ് സീൻസ് വരുമ്പോൾ ആ ഒരു സീൻ വരുമ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ട് ഗൈസ്, അതാണ് ഏറ്റവും അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സൗണ്ട് എഫക്ട്സ് ആണ് ഗൈസ്. ഭയങ്കര ഗംഭീരമായിരുന്നു ആ ഒരു. നിങ്ങൾക്ക് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഗൈസ്, എന്ന് വെച്ചാൽ ഗംഭീരമാണ്. പിന്നെ നമ്മുടെ ഷൈജു കുറുപ്പുണ്ട് ഗൈസ്, ഷൈജു കുറുപ്പ് ആളെ വരുന്നുണ്ട് ലാസ്റ്റ് സീനിൽ. അപ്പോൾ ജോർജ് എന്നാണ് ആളുടെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഭൂതകാലം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിലും ഈ ഷൈജു കുറുപ്പാണ് ജോർജ് എന്നാണ് ക്യാരക്ടർ. ഇതിലിങ്ങനെ വരുന്നത് ലാസ്റ്റ് പറയുന്നുണ്ട് ഗൈസ്, എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പ്രേത പ്രശ്നങ്ങളുണ്ട്, ആ സോൾവ് ചെയ്യുന്നു. അപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ സിനിമ എഴുതിയ തന്നെയാണ് ഭൂതകാലം എഴുതിയാണ്. അപ്പം എനിക്കൊരു എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഇനി കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു എൻഡിങ് ഉണ്ട്. ആ എൻഡിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടാം ഭാഗം ഇനിയും വരുന്നതാണ് ഗൈസ്. പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ രണ്ടാം ഭാഗം ലാസ്റ്റ് പ്രണവ് മോഹൻലാൽ വീണ്ടും ഒരു പ്രേതപരമായിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് രണ്ടാം ഭാഗമുള്ള പോലൊരു ഇത് തോന്നി. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ എന്ന് വെച്ചാൽ ബ്രഹ്മയുഗംകാർ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ സീൻ മേക്കിങ്ങും എഡിറ്റിങ്ങും എല്ലാം അടിപൊളിയായി. എഴുതിയ ആളെന്ന് സമ്മതിച്ചു ഗൈസ്, അടിപൊളിയായിട്ട് ആളെ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് അധികം ഇല്ല, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ബൈ.